യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം പാപത്തിൽ നിന്നുള്ള വിടുതൽ. ഇന്നത്തെ ധ്യാനത്തിനായുള്ള തിരുവചനം റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ്സു ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. പാപം എന്നത് ദൈവവചനത്തിൽ ഉടനീളം കാണുന്ന ഒരു പദമാണ്. ദൈവം നമ്മോട് കൽപ്പിച്ചത് ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്തത് ചെയ്യുന്നതുമാണ് പാപം. ആദിമ മനുഷ്യർ പാപം ചെയ്തതു മുതൽ പാപം മനുഷ്യനെ കീഴ്പ്പെടുത്തി മനുഷ്യൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ ആയിത്തീർന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഓരോ ചായ്വും ദൈവത്തിൻ്റെ വിശുദ്ധ മാനദണ്ഡങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നവയാണ്. സങ്കീർത്തനം 51-ാം അധ്യായം 5-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം. അങ്ങനെ പാപസംബന്ധമായി മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ ഇന്നു ക്ഷണിക്കുന്നത്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് സ്വാതന്ത്ര്യം നൽകി പുതുസൃഷ്ടിയായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവാണ് നമുക്കുള്ളത്. പാപത്തിൽ നിന്നുള്ള വിടുതലും പ്രതിവിധിയും കർത്താവായ യേശു നമുക്കായി ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. ഈ നോമ്പുകാലത്തും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതാണ്. പഴയകാല പാപജീവിതത്തിൽ നിന്നും വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഒന്നാമതായി നമുക്ക് കഴിയുന്നത് നാം ക്രിസ്തുവിൽ വസിക്കുമ്പോഴാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയതു കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും വസിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. പാപത്തെ വെടിഞ്ഞുള്ള ജീവിതത്തിന് രണ്ടാമതായി നമ്മെ സഹായിക്കുന്നത് ദൈവവചനമാണ്. സങ്കീർത്തനം 119-ാം അധ്യായം 11-ൽ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിനു നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് ആയിത്തീരുന്നു. യേശുവിനോടൊപ്പമുള്ള ഈ നമ്മുടെ യാത്രയിൽ കർത്താവിൽ നിന്നും നമ്മെ അകറ്റുന്ന സകല പാപവും ഉപേക്ഷിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കാം. അതിലൂടെ പാപം കാരണം നഷ്ടപ്പെട്ട രക്ഷയുടെ സന്തോഷം തിരികെ പ്രാപിച്ച് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പാപികളായ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ച ആ മഹാസ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ സകല പാപങ്ങളും അതിക്രമങ്ങളും ക്ഷമിച്ച് രക്ഷയുടെ സന്തോഷത്താൽ ഇന്നും ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്കായി ജീവനർപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.